അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിസ് പാലക്കാട്. പ്രിയ സുഹൃത്തുക്കളെ, ഒരു വോയിസ് വരും, അതൊന്ന് കേട്ടിട്ട് വരിക. ഞാനുണ്ടല്ലോ, ഞാൻ പാടത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച മക്കളെ വളർത്താൻ വേണ്ടി കൂലിപ്പണിക്ക് പോയി ഒരു പാവപ്പെട്ട അച്ഛന്റെ മകളായിട്ട് ഞാൻ ജനിച്ച് കടന്നു വന്ന് നിങ്ങൾ ഒന്നും പോയി പറയണമെന്ന് ഇയാളിപ്പോ ഇടപെട്ടിട്ട് തെറിയിലുണ്ടായുള്ളൂ. അയാളോട് ഒന്നും സംസാരിക്കാൻ പോണ്ട. വേറെക്ക് അയാൾ അറിയണ്ട. വേറെ വീട്ടിൽ പോകുന്നു, നിങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു. പിറ്റേ ദിവസം ഭാഷ വിളിക്കുന്നു, ശ്രീശനെ വിളിക്കുന്നു. അതെല്ലാം അവിടുന്ന് നടക്കും. പക്ഷെ ഇതിൽ നമ്മുടെ പ്രശ്നത്തിലേ ഉള്ളൂ, മാഷയുടെ കയ്യില് ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചെന്നാ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവർത്തി ചെയ്യാനല്ല. എനിക്ക് അതിന്ന് ഒരു 25 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ച് പഠിച്ചിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ഈ കള്ളത്തരങ്ങളില്ല, എല്ലാ കാര്യം ഓപ്പണായിട്ട് പറയും, എന്താ കാര്യമുള്ളൂ. മാറ്റക്ക് ഈ പൈസ വന്നിട്ടുള്ളത് വേറെ വഴി കൂടെയാണ്. പിന്നെ നിതിൻ ഗഡ്കരിജി 1.5 വർഷം കഴിയുമ്പോ അദ്ദേഹം ഈ ഫീൽഡിൽ നിന്ന് മാറാൻ പോവുക. അപ്പൊ അവിടെ കിടക്കുന്ന 1 കോടി റുപ്യ നമുക്ക് മേടിക്കണോ വേണ്ടയോ? അപ്പൊ നിങ്ങൾ വോയിസ് കേട്ടല്ലോ. ഇത് നമ്മുടെ ശോഭ ചേച്ചിന്റെ വോയിസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തോ ഒരു കാര്യം ചെയ്യാൻ 25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്രവർത്തകരുണ്ടല്ലോ, ഈ BJPയിലുള്ള പ്രവർത്തകർ, അപ്പോൾ അവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമമാകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവർത്തകർ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ തല്ലുകൂടുന്നുണ്ട്. ഇപ്പം എന്നെ പോലുള്ള ആളുകളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നമ്മൾ വീഡിയോ ചെയ്യും. ഏതെങ്കിലും ഒരു പാർട്ടി നമുക്ക് ഇഷ്ടമുണ്ടാകാം, അവരെ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഇഷ്ടം ഉണ്ടാവില്ല, അതുകൊണ്ട് അവർക്കെതിരെ നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ ആ നേതാക്കളുടെ പ്രവർത്തകർ വന്നിട്ട് നമ്മളോട് തല്ലുകൂടും. അപ്പോൾ വഴി പോകുന്ന ഏതോ ഒരുത്തം വന്നിട്ട് ഇവരെന്ത് ചെയ്യും, തന്തയ്ക്ക് വിളിക്കും. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ പ്രവർത്തകർ തന്തയ്ക്ക് വിളി കേൾക്കുന്നത്? ഇതേപോലെയുള്ള ആളുകൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ പാർട്ടിയുടെ അകത്ത് വന്നിട്ട് അധികാരത്തിന് വേണ്ടിയിട്ടും കാശിനും വേണ്ടിയിട്ടും ഇവർ പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പ്രവർത്തകർ ഇവരുടെ പിന്നാലെ പോകുന്നു. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി പല സ്ഥലത്തും തല്ലുകൂടി തന്തയ്ക്ക് വിളി കേൾക്കുന്നു. കുടുംബത്തിലുള്ളവരെ മൊത്തം തെറിയേൽപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. സത്യം പറഞ്ഞാൽ ഈ പ്രവർത്തകരുടെ പരാജയമാണ്. ഇവരെല്ലാം എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഞാൻ ഇവർക്കെതിരെ സംസാരിക്കുന്നു. അങ്ങനെയല്ല, ഇത് ഏത് നേതാവ് ചെയ്താലും ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. ഇപ്പോൾ പല ആളുകളും ഇനി ഇതിന് ന്യായീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ CPM നേതാക്കന്മാർ അങ്ങനെ ചെയ്തു, ബാങ്ക് കൊള്ള, അതുപോലെ തന്നെ അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ 60 വർഷമായിട്ട് കട്ടുമുടിച്ചില്ലേ, ഇങ്ങനെയൊക്കെ ന്യായീകരിച്ച് വരും. അങ്ങനെയല്ല, നമ്മൾ ഏത് നേതാക്കൾ ചെയ്താലും ഇതുപോലുള്ള വൃത്തികേട്, അഴിമതി, അതല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് അധികാരത്തിലേക്ക് വരാൻ നോക്കുമ്പോൾ അവരെയൊന്നും നമ്മൾ ഒരിക്കലും വിട്ടരുത്. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ അതിൻ്റെ ശരി. അത് ശരിയാണോ? ഇപ്പം ചിന്തിക്കുക. ഇപ്പം ഈ ഒരു നേതാവ് ഒരു സ്ഥലത്ത് പോലും ഒരു MP ആയിട്ടില്ല, ഒരു മന്ത്രി ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പം തന്നെ 25 ലക്ഷം രൂപയാണ് ഇവർ ചോദിക്കുന്ന ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ട്. എന്ത് കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ആലോചിച്ച് നോക്കും, ഇവർ മന്ത്രിയോ MPയോ MLA ഒക്കെ ആയിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്ന് അറിയാം. പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം ഇവർ കൊടുക്കൂല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ പ്രവർത്തകരായ ആളുകൾ എന്തെങ്കിലും ആവശ്യമായിട്ട് അവരുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവരെന്ത് പറയുന്ന അറിയോ, ഈ തരണം, എന്നാൽ മാത്രം ആ കാര്യം ചെയ്തു തരുള്ളൂ. അപ്പോൾ ഈ പ്രവർത്തകർക്ക് പോലും ഉപകാരമില്ലാതാവുകയാണ്. അപ്പോൾ ചിന്തിച്ചിട്ട് ഓരോ പാർട്ടിയും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പാർട്ടിപരമായിട്ട് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ നമ്മളെ ചൂഷണം ചെയ്യരുത്. ഏതൊരു പ്രവർത്തകനെയും ചൂഷണം ചെയ്യരുത്. എല്ലാ പാർട്ടിയുള്ള പ്രവർത്തകരും നമ്മുടെ രാജ്യം നന്നാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇതുപോലെയുള്ള നേതാക്കന്മാർ പറയുക രാജ്യം ഒരിക്കലും നന്നാവില്ല. ചിന്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക.